സ്കൂളിലെ ഫുഡ് മോശമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, സ്കൂളിലെ ഫുഡാണ് അടിപൊളി, ജയിലിലല്ല എന്ന് പറയുകയുണ്ടായി. അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റും. ജയിലിലെ ഫുഡാണ് ബെറ്റർ. പിന്നെ 2 ദിവസം നല്ല നെയ്മീനാണ്. കൂലി 500 രൂപ എന്തോ കൊടുക്കേണ്ടതുമാണ് കിട്ടും കൂട്ടി. അതൊക്കെ ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ദൈവത്തിന് എൻ്റെ രൂപമാണ്, അത് നിങ്ങളുടെ ദൈവമല്ല. കാരണം ദൈവത്തിന് രൂപമില്ല, ഉണ്ടെങ്കിൽ അതെൻ്റെ രൂപമാണ്. എനിക്ക് എൻ്റെ അച്ഛനാണ്. എനിക്ക് എൻ്റെ അച്ഛൻ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി. ഇനിയിപ്പോൾ അമ്മ അച്ഛൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ നാട്ടുകാരെ കയറി അച്ഛാ വിളിക്കണേ. പുരാണ വിദ്യ വ്യാസം തന്നെ പോകേണ്ട ഈ കഥാപാത്രങ്ങളില്ല. ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്താനുള്ള ഉപാധികളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഞാനാണ് ദൈവം എന്നല്ല പറഞ്ഞു വയ്ക്കുന്നത്, എൻ്റെ ദൈവത്തിന് എൻ്റെ രൂപം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന് നേരെ, നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ആ സർക്കാർ നടത്തിയത്. ബ്രാഹ്മണിസമാണ് ഹിന്ദു എന്ന രീതിയിൽ പ്രചരിപ്പ് വല്ലാണ്ട് നടക്കുന്നുണ്ട്. ഭഗവത്ഗീതയും ഭരണഘടനയും ഒരുമിച്ച് നീട്ടിയാൽ ഞാൻ ആദ്യം ഭരണഘടനയാണ് പിടിക്കുക, എന്നിട്ടേ ഭഗവത്ഗീത പിടിക്കൂ. 10 മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഈ വ്യക്തിയെ പരമാവധി നാറ്റിക്കുന്നൊരു പരിപാടി കേരള പോലീസിന്റെ കയ്യിലുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നാട്ടുകാരെ പിടിച്ചിട്ടാ. ഏറ്റവും വലിയ വികാരവും അല്ലെങ്കിൽ ആഴമുള്ള ഭക്തി എന്താ വെച്ചാൽ പ്രണയമാണ്. പ്രണയം വേറെയാണ്, കാമം വേറെയാണ്. കാമത്തേക്കാൾ എൻ്റെ ലഹരി പ്രണയത്തിന്. ബാബാജിയുടെ കാഴ്ചപ്പാടിൽ ദൈവം എന്നാൽ എന്താണ്? എൻ്റെ കാഴ്ചപ്പാടുള്ള ദൈവത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവമാണ്, പ്രകാശമാണ്, അറിവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് അന്ന ചോദിക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തെക്കുറിച്ചിട്ടാണോ? രൂപത്തിനെ കുറിച്ച്. ഓക്കെ. ഒന്നാമത് ഈ ആത്മീയ അറിവ് ഉണ്ടാകുന്നത് വരെ എന്നെ സംബന്ധിച്ച് ദൈവം കയ്യും കാലമൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് തന്നെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഇന്ന രൂപന്ന ഗന്ധന്ന മാതാന്ന പിത എന്നൊക്കെ പഠിച്ചത് കൊണ്ടും രൂപംനത് പൂജതേ, രൂപത്തെയല്ല പൂജിക്കുന്നു എന്ന കൺസെപ്റ്റ് കൊണ്ടും ബൈബിളായാലും ഖുറാനായാലും ശരി ആത്യന്തികമായി രൂപമില്ല എന്ന് വേണോ എന്നാൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്, അള്ളാഹ് ചേർന്ന് വന്നുകൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി, റൂഹൂതി കയറ്റി ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഏകദേശം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷെ എന്തെന്ന് തിരിച്ചറിവിൽ നിന്ന് ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു യൂണിവേഴ്സൽ പവറാണെന്നും അത് രൂപമില്ല എന്നൊരു ധാരണ എനിക്ക് പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു താന്ത്രികൻ കൂടിയാവുകൊണ്ട് ക്ഷേത്രപ്രതിഷ്ഠയൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ രൂപമില്ല വെച്ച് കഴിഞ്ഞാൽ രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് രൂപത്തിലേക്ക് ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം സങ്കല്പം ചെയ്യുന്നു. അവരുടെ എൻ്റെ സങ്കല്പത്തിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഭക്തരുടെ സങ്കല്പം കൂടിയാകുമ്പോൾ അവർക്കവിടെ ദർശിക്കാനാകുന്നു. മറിച്ച് ദൈവത്തിൻ്റെ സ്വരൂപമാകുമ്പോഴാണ്. അപ്പോൾ എൻ്റെ ആശ്രമത്തിൽ പഠിക്കാനൊക്കെ വരുന്ന പിള്ളേരോടും ഒക്കെ ഞാൻ പറയാറെന്താ വെച്ചാൽ എൻ്റെ ദൈവം എൻ്റെ പോലെയാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ രൂപം എൻ്റെ പോലെയാണ്. അത് നിങ്ങളത് എൻ്റെ ദൈവമായിട്ട് കാണുമെന്ന് ഞാൻ പറയാറില്ല. അതുകൊണ്ട് ഇപ്പോൾ അന്നയുടെ ദൈവമായിട്ട് അന്നയുടെ രൂപം ഉണ്ടാവണ്ടേ? ഇപ്പം നോക്കി നോക്കൂ, ഞാനെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ രൂപത്തിന് മുന്നിൽ നിന്നാണ് എന്നാണോ പറയുന്നത്? അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ എന്താ പറയുക, മറിയത്തിൻ്റെ ആയാലും ശരി, പാർവതിയുടെ ആയാലും എന്താ പറയുക, മുസ്ലിങ്ങളെ രൂപം ഇല്ല എന്നൊരു സങ്കല്പത്തിൽ പോകേണ്ടൊന്നും പാടില്ല. ബാക്കി രൂപം വെക്കുന്ന ബുദ്ധൻ്റെ രൂപമോ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ വെക്കുന്ന എല്ലാ മതവിശ്വാസങ്ങളും എന്താ വെച്ചാൽ എവിടെയോ കിടക്കുന്ന അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ രൂപങ്ങളോ ആണുങ്ങളുടെ രൂപങ്ങളോ അല്ലെങ്കിൽ ഊഹിച്ചുണ്ടാക്കിയ രൂപങ്ങളോ ഒക്കെ കയ്യും കാലും മൂക്കും നാക്കും ആയുധങ്ങളോ ഒക്കെ വെച്ചിട്ട് അവരങ്ങോട്ട് ദൈവമായിട്ട് കാണുകയാണ്. എന്തിനാ അറിയാത്തൊരാളെനെ നമ്മൾ അങ്ങനെ വേഷം കെട്ടിച്ച് നിർത്തണേ? നമുക്ക് നമ്മളുടെ രൂപത്തിൽ, നമ്മുടെ അമ്മയുടെ പോലെ, അച്ഛൻ്റെ പോലെ, സ്വന്തം രൂപത്തിൽ, മക്കളുടെ രൂപത്തിൽ, സുഹൃത്തുക്കളുടെ രൂപത്തിലൊക്കെ കണ്ടുകൊണ്ട് ചെയ്തുകൂടെ? ഇത് സ്വന്തം പെറ്റമ്മയിൽ പോലും കാണില്ല എന്ന്, സ്വന്തം ഭാര്യയിൽ കാണില്ല. എന്നാൽ ഈ ഭാര്യയാണെങ്കിലും തന്നെ വേറെ ഏതെങ്കിലും ദേവിയുടെ രൂപത്തിലേക്ക് തൊഴുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്നാലോ അയലോക്കത്തൊരു സ്ത്രീ ആണെങ്കിൽ സമ്മതിക്കുക, അയലോക്കത്തൊരു രൂപം വെച്ചിട്ട്, സ്ത്രീയുടെ രൂപം വെച്ചിട്ട് ഈ ഭർത്താവ് തൊഴുത് ഇഷ്ടപ്പെടും. ഇനി ഭാര്യ ഇതുപോലെ തന്നെ അയലോക്കത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ രാമ, എൻ്റെ കൃഷ്ണ, എൻ്റെ കർത്താവ്യ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? ഇല്ല. അത് ആക്ച്വലി അയൽവക്കത്തെ അല്ലല്ലോ, കാലങ്ങളായിട്ട് വരുന്ന ഒരു രൂപമല്ല അത്. എല്ലാ ഫോട്ടോന്നും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്, പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അറിയാത്ത മനുഷ്യരൂപം വെക്കുന്നതിനേക്കാൾ അറിയുന്ന രൂപം വെച്ചാൽ പോരെ എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ തിരിച്ചറിവിൽ നിന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവത്തിന് എൻ്റെ രൂപമാണ്, അത് നിങ്ങളുടെ ദൈവമല്ല. നിങ്ങളുടെ ദൈവം നിങ്ങളിലാണ് ഇരിക്കുന്നത്, എൻ്റെ ദൈവം എന്നിലാണ് ഇരിക്കുന്നത്. കാരണം ദൈവത്തിന് രൂപമില്ല, ഉണ്ടെങ്കിൽ അതെൻ്റെ രൂപമാണ്. എന്തിനാ അറിയാത്ത ആൾക്കാരെ എനിക്ക് എൻ്റെ അച്ഛനാണ്. എനിക്ക് എൻ്റെ അച്ഛൻ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി. ഇനിയിപ്പോൾ അമ്മ അച്ഛൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ നാട്ടുകാരെ കയറി അച്ഛാ വിളിക്കണേ. ഇത് പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ശിവകാശിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ രവിവർമ്മയൊക്കെ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ, ഇതാണ് പാർവതി, ഇതാണ് സരസ്വതി, ഇതാണ് ശിവൻ, ഇതൊക്കെ വേണ്ടെന്നല്ല. ഭക്തരെ സംബന്ധിച്ചത് പരിമിതിയാണ്. ആ പരിമിതി അവരുടെ പരിമിതിയാണ്, അതിന് സർവാദരവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ശരിയാണെന്ന് വെച്ചാൽ അത് ശരിയാണെന്ന് പറയാൻ നമുക്കാവില്ല. വിഗ്രഹം കൊത്തുന്ന ശില്പിയുടെ ഭാവനയിലാണ് ശില്പി വിഗ്രഹം കൊത്തുന്നത്. അതിൽ നമ്മൾ ചൈതന്യം വരുത്തുന്ന താന്ത്രിക പ്രക്രിയ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ദൈവം അങ്ങനെയാണോ ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. സത്യസന്ധ അങ്ങനെയല്ല ദൈവം. പിന്നെ എങ്ങനെയാണ് ദൈവം? നിൻ്റെ ദൈവം നിൻ്റെ രൂപം. അതാണ് ബൈബിളിൽ പറഞ്ഞത്. മനുഷ്യൻ്റെ സദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ അവൻ്റെ സദൃശ്യത്തിൽ ഉണ്ടാക്കുന്നതാണ് എന്താണ്?
മനുഷ്യനെ ഉണ്ടാക്കിയെന്നേ വേണ്ടുള്ളൂ. അതുമായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനു ആവട്ടെ ശത്രുപാവട്ടെ ആരും ആവട്ടെ, അതിന്ന് കടന്നു വരുമ്പോൾ നമ്മളിലെത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ദൈവവിശ്വാസികൾ. ദൈവവിശ്വാസികളുടെ കാര്യമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഇവൻ ഉണ്ടാകുമ്പോൾ ഇവളുണ്ടാകുമ്പോൾ ആ ദൈവത്തിൻ്റെ സദൃശ്യത്തിലല്ലേ ഇവരെ സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ലേ? തത്വമസി അത് തന്നെയല്ലേ. പിന്നെ അവൻ അറിയാത്ത ഒരാളെ രൂപം വയ്ക്കണേ. ഇതെന്ന് വെച്ചാൽ നമ്മളുടെ സൃഷ്ടാവിനെയല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്. നമുക്ക് ആ ഒരു സാദൃശ്യമുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ദൈവമല്ലല്ലോ. അതാണ് പ്രശ്നം. സൃഷ്ടാവാണെങ്കിൽ ഈ 7-5 വർഷം കൊണ്ടുണ്ടാക്കി അറിയാത്ത ആൾക്കാർ ചിത്രം വരച്ചതാണോ, അല്ലെങ്കിൽ കൊത്തിയെടുത്ത കല്ലാണോ, ഇനി വല്ല കല്ലൊന്നും ആരാധിക്കാൻ പറ്റില്ലാണ്ട് ഏതൊരു ആലയത്തെ നോക്കിയിട്ട് ഇത് ദൈവത്തിൻ്റെ ആദ്യാലയം എന്ന് പറയുന്നതാണോ? അത് എത്രത്തോളം മൂഢതയാണെന്ന്. സൃഷ്ടാവാണെങ്കിൽ ആരാണ് സൃഷ്ടാവേ? സൃഷ്ടാവ് പറയുമ്പോൾ സൃഷ്ടിക്കുന്ന ഒരാൾ വേണ്ടേ? എന്നെ സംബന്ധിച്ച് സൃഷ്ടിക്കുന്ന ഒരാളില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇവിടെ ഈ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഉണ്ടാവുക എന്നൊരു പ്രക്രിയയിലല്ല, ഉണ്ടാക്കുന്നൊരു പ്രക്രിയ അവിടെ നടക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിണാമം മാത്രമാണ് എനർജിയുടെ കാര്യം പറഞ്ഞ പോലെ. അല്ലാണ്ട് ഒരു സൃഷ്ടികർത്താവ് എൻ്റെ ഒരു അച്ഛൻ, എനിക്ക് ഈ ശരീരത്തിന് അച്ഛനുണ്ടാകും എന്ന് കരുതിയിട്ട് ഇവിടെ ഒക്കെ ആദ്യം ഒരാളെ ഉണ്ടാക്കിയിട്ടൊരാൾ. ഇത് പരിണാമങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പഠിച്ച തന്ത്രശാസ്ത്രമാണത്. ഈ ഹിന്ദുയിസത്തിൽ തന്നെ പുരാണങ്ങളാണ് അധികം ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. പുരാണത്തിൽ ആ കഥയുള്ളത്. ഞാൻ കഥയല്ല ഞാൻ അതിൻ്റെ കെമിസ്ട്രി അല്ലെങ്കിൽ അതിൻ്റെ സയൻസാണ് അതിൻ്റെ സയൻസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അവിടെ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ പുരാണത്തെക്കുറിച്ചിപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഒരു ഉദാഹരണം എല്ലായിടത്തും പോണ ഉദാഹരണമാണ്. നമ്മളിപ്പോൾ വെള്ളം ഇല്ലേ, അപ്പോൾ 2 ഹൈഡ്രജൻ കണങ്ങളും ഒരു ഓക്സിജൻ കണവും ചേർന്നാൽ വെള്ളത്തിൻ്റെ ഒരു കണുണ്ടായി എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു H2O = വാട്ടർ കണ്ടൻറ്റ് അത് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കെമിസ്ട്രിയാണ്. ഒരു സാധാരണ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളോട് എങ്ങനെ പറയാം? അതിന് ഞാൻ പറയാം, ഒരു നല്ലൊരു രാജ്യം, ഒരു രാജ്യത്ത് രാജാവ്, ആ രാജാവിന് 2 ആൺമക്കളെ ഇരട്ടപ്പെട്ട ഈ ലവകുശന്മാരെ പോലെ 2 മക്കൾ. 2 മക്കളുടെ പേര് അയാൾ ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ 2 എന്ന് പേരിട്ടു. 2 ഹൈഡ്രജൻ 2 പേര് ഹൈഡ്രജൻ 2. അപ്പോൾ ഈ ഹൈഡ്രജന്മാർ എന്ത് ചെയ്തു? ഒരു ദിവസം അവിടെ ഒരു മുനിവര്യം വന്നിട്ട് പറഞ്ഞു, കാട്ടിൽ ഘോരമൃഗങ്ങളെ കൊണ്ട് ശല്യമാണ്, അതുകൊണ്ട് ഒന്ന് വന്നിട്ട് അവിടെ നിന്ന് ഒന്ന് ഒതുക്കി തരണം, നായാട്ട് ഇറക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങൾ പോയിക്കൊണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഹൈഡ്രജന്മാർ എന്ത് ചെയ്തു? കാട്ടിലേക്ക് നായാട്ടിന് പോവുകയാണ്. നായാട്ടിന് അവരിങ്ങനെ നായാടി നടക്കുന്ന സമയത്ത് ഒരു സുന്ദരിയായൊരു മുനികന്യകയെ കാണുകയാണ്. ആ മുനികന്യകയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാട്ടിലൊരു പെൺകുട്ടിയെ കാണുകയാണ്. ആ കുട്ടിയെ കാണുന്നത് ഇവർ കണ്ടൊക്കെ ഭയങ്കര ആകർഷണമായി. ഇവർ 2 ആളും ഒരുപോലെ പ്രപ്പോസൽ ചെയ്തു. ഓക്കെ, 2 ആളെയും പ്രേമിച്ചു. എന്തായാലും 2 ആളും പ്രേമിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ പേര് ചോദിച്ചു. കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ കുട്ടിയുടെ എൻ്റെ പേര് ഓക്സിജൻ എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ ഓക്സിജനെ ഇവർ 2 ആളും ഇഷ്ടത്തിലായി. അങ്ങനെ ഒരു ഗാന്ധർവിവാഹം നടന്നു. ഗാന്ധർവിവാഹം വെച്ചാൽ പ്രണയവിവാഹം നടന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഓക്സിജൻ ഈ ഹൈഡ്രജന്മാരും കൂടി ചേർന്നിട്ടൊരു കുട്ടി ഉണ്ടാവുകയാണ്. ആ കുട്ടിക്ക് ഇവരൊരു പേരിട്ടു, വെള്ളം. ഇതാണ് പുരാണം. ഇത്രയും കഥ പറഞ്ഞപ്പോൾ ലയിച്ചിരിക്കേണ്ട, പക്ഷെ മറിച്ച് ഇതാണ് പുരാണം. യഥാർത്ഥത്തിൽ എന്ത് വേണോ അത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ക്യാരക്ടറാക്കി പറയുകയാണ്. രൂപംനത് പൂജ്യതേ. പുരാണം എഴുതിയ വ്യാസം തന്നെ വേണം. ഈ കഥാപാത്രങ്ങളില്ല. ഇത്തരം കഥാപാത്രങ്ങൾ ഇല്ലാണ്ടാണ് ഇപ്പോൾ പല പുഴയുടെ തീരത്തും ബ്രഹ്മാവ് വന്നിട്ട് യാഗം നടത്തി ശിവൻ വന്നിട്ട് കാവലിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇതിവിടെ മാത്രമല്ല, മലക്കുകളെക്കുറിച്ചും മാലാഖമാരെക്കുറിച്ചൊക്കെ നിരന്തരം പറയുന്നുണ്ട്. ഇതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ കണ്ടൻറ്റുകളെക്കുറിച്ചോ ശക്തികളെക്കുറിച്ചോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് രൂപമല്ല, പക്ഷെ രൂപം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ രൂപത്തിൽ പറയണം. ആ രൂപമാണ് പറഞ്ഞത്. അപ്പോൾ സൃഷ്ടികർത്താവൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ സൂക്ഷ്മതലങ്ങളെ പറയുന്നതാണ്. ആ സൂക്ഷ്മതലത്തിൽ ആ സൂക്ഷ്മതയാണ് ഈ സ്ഥൂലമായിട്ട് വർദ്ധിക്കുന്നത്. ഇതില്ലാണ്ടായാലും സൂക്ഷ്മാവും. ഇത് കത്തിച്ചില്ല. ആളുകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രൂപങ്ങൾ വെച്ചത് എന്നാണോ പറയുന്നത്? വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടല്ല, ഇവൻ എങ്ങനെയും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം സ്ഥൂലത കൊടുത്തു. നമ്മൾ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ഗ്ലോബും മാപ്പും വെക്കുന്നില്ലേ ഇല്ലേ? അത് പറഞ്ഞ പോലെ ഇവന് സത്യത്തെ ഒരു മാപ്പ് 100% അങ്ങനെ തന്നെയാണല്ലോ. മാപ്പ് പോലെയാണോ ലോകം കിടക്കുന്നത്? മാപ്പ് പോലെയല്ലേ? സ്ഥലങ്ങളെല്ലാം കറക്റ്റ് അല്ലേ? ഗ്ലോബ് ചുറ്റും മാപ്പ് പരന്നിട്ട് കറക്റ്റ് അല്ലേ? നമ്മുടെ പരിമിതിയാണ്. എന്താ വെച്ചാൽ ഭൂമി പോലും നമ്മൾ ഗ്ലോബ് ഇപ്പം എത്രത്തോളം മാറിക്കല്ല, റൗണ്ട് ചെയ്ത് നല്ല പന്ത് പോലെ ഇരിക്കുന്നത്. ഭൂമി അങ്ങനെയല്ല, ഭൂമിക്ക് ചെറിയ ചളിക്കൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ട് അതിന് തന്നെ മാറ്റം വന്നു. ഇനി അതിനെ വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ആയിരിക്കുന്ന ഓരോ രാജ്യങ്ങളുടെ എഡ്ജും മറ്റുമൊക്കെ കൃത്യമായിട്ട് മടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേ ഷാർപ്പ്നെസ്സിലൊന്നും എടുത്തിരിക്കുന്നത് അല്ല. പക്ഷേ അവിടെ ഡയറക്ഷൻസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് മറ്റുള്ള ലൈനുകളൊക്കെ ഇട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താ വെച്ചാൽ സാങ്കല്പികം മാത്രമാണ്, അതൊന്നും ഇല്ലാത്തതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സാങ്കല്പികമായിട്ട് എന്തിനാ അതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് ഗ്ലോബ് അങ്ങനെ ഒരു ഭൂമി അങ്ങനെ ഒരു ഗ്രഹങ്ങളൊന്നുമല്ല.
അതൊക്കെ നമ്മളൊരു പരിമിതിയിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ തൊട്ട് കാണിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞ പോലെ ഈശ്വരനെ ഗ്രഹിക്കാൻ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു എനർജി, ഇതൊക്കെ സയന്റിഫിക്കലി ആൾക്കാർ കണ്ടുപിടിച്ച കാര്യമാണ്. ഈ ഗ്ലോബും കാര്യങ്ങളും അല്ലെങ്കിൽ മാപ്പ് എന്നൊക്കെ പറയുന്നത്, അതും ഇതും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്താനുള്ള ഉപാധികളാണ് ഇതൊക്കെയെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഗ്ലോബ് തന്നെയാണ് ഭൂമി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതുപോലെ തന്നെ വിഗ്രഹത്തിൻ്റെ രൂപം, വിഗ്രഹം തെറ്റാന്നല്ല പറഞ്ഞു വയ്ക്കുന്നത്. വിഗ്രഹത്തിൻ്റെ അർത്ഥമാണ് നോക്കേണ്ടത്. ഗ്ലോബ് എന്തിനാ? ഗ്രഹിക്കാനല്ലേ? ഗ്രഹിക്കാനാണ്. അതല്ല ഭൂമി, അല്ലെങ്കിൽ അതല്ല സൂര്യൻ, ഒന്നും അതല്ല. പക്ഷെ മനസ്സിലാക്കുക, ഇത് പറഞ്ഞ പോലെ തന്നെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷണം ഗ്രഹിക്കേണ്ടതാണ്. അതിൻ്റെ 4 കൈയുടെ 4 കൈയുള്ള ആളെന്നല്ല. 2 കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമ്പോൾ 4 കൈ കൊണ്ട്, അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ, കഴിയുന്നവൾ. ജപം എന്ന് ഈ ജപമാലകളൊക്കെ പല ദൈവങ്ങളുടെ കയ്യിലുണ്ടാവും. അതെന്തിനു വേണ്ട? ആ സൂക്ഷ്മതയുള്ളവൾ, അല്ലെങ്കിൽ സൂക്ഷ്മതയുള്ളവൻ, ആയുധങ്ങൾ നിഗ്രഹിക്കുന്നവൻ, അനുഗ്രഹിക്കുന്നവൻ, പരിപാലിക്കുന്നവൾ, ഈ സൂചനകളിലൂടെ അങ്ങനെയുള്ളൊരു പ്രപഞ്ച സത്യം എന്നൊരു വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതല്ല. അപ്പോൾ അതുകൊണ്ട് ഉപാധികളിലൂടെ ആ അറിയപ്പെടേണ്ടെന്ന് അവതരിപ്പിക്കാൻ വേണ്ട വിഗ്രഹങ്ങൾ. ഇതന്നെയുള്ള ഗ്ലോബും. അല്ലാണ്ട് ഗ്ലോബ് തെറ്റാന്നല്ല പറഞ്ഞത്. തെറ്റാണെങ്കിൽ ഗ്ലോബും തെറ്റാണ്, വിഗ്രഹവും തെറ്റാണ്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയാണ്. ഉദ്ദേശശുദ്ധിക്ക് ഞാൻ എതിരല്ല. അവിടെയാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം സംസാരിക്കേണ്ടതെന്നുണ്ടാ, ദൈവത്തിൻ്റെ രൂപം എവിടെ കിടക്കുന്ന ആളുകളുടെ രൂപമാണ്. ഒരാളുടെ വീട്ടിൽ പോയ ഒരു അച്ഛനെയും അമ്മേനെയും ദൈവമായിട്ട് കാണില്ല. ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ടാകും. ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയിൽ ഇവരിതുവരെ കാണാത്ത ഗുരുവായൂരിലെ വിഗ്രഹത്തിൻ്റെ രൂപം പോലും ആയിരിക്കില്ല ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്ന ചിത്രത്തിൽ. ഒട്ടും സാദൃശ്യമില്ല. എന്നിട്ട് ഏതോ ഒരു രൂപം മുഖം വരച്ചു വെച്ചിരിക്കുന്നു. എന്തിനെ? അതിനുവേണ്ടി നിത്യേന അവനെൻ്റെ ഭർത്താവിൻ്റെ, അച്ഛൻ്റെ, മക്കളുടെ രൂപം, അല്ലെങ്കിൽ ഭാര്യയുടെ, മകളുടെ ഒക്കെ രൂപം, അമ്മയുടെയൊക്കെ രൂപം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്നേഹം അതുണ്ടാവില്ലേ? എന്നെ സംബന്ധിച്ച് ദൈവങ്ങളുടെ ഫോട്ടോ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ പൂജ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ സിലബസിൻ്റെ ആയിട്ട് സാധനം ഉണ്ടായിരുന്നു. മറിച്ചൊക്കെ എനിക്ക് കാണാൻ എൻ്റെ ആശ്രമത്തെ സംബന്ധിച്ച് എൻ്റെ ഫോട്ടോകൾ തന്നെയുള്ളൂ. എൻ്റെ ഫോട്ടോ ഞാൻ ചണ്ടാളേശ്വരനെയാണ് ആരാധിക്കുന്നത്. എൻ്റെ ദൈവത്തിന് ഞാൻ പെട്ടി ചണ്ടാളേശ്വരൻ. ദൈവം തന്നെ എൻ്റെ ആത്മശക്തി. അതിൻ്റെ സ്വരൂപം എൻ്റെ രൂപം പോലെയാണ്. ഇനി അല്ല വിഗ്രഹം പോലെയാണല്ലോ. ഒരു ശിവലിംഗം പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ശിവലിംഗമാണോ? അല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ ഫോട്ടോ ഉണ്ടാവും. ശിവലിംഗം എന്തുകൊണ്ട് വെച്ചേ? അത് ആ ശൂന്യതയെ കാണിക്കാൻ ഒരു ഉപാധി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ആളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നല്ല പറയുന്നത്. ഞാനാണ് ദൈവം എന്നല്ല പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെ ദൈവത്തിന് എൻ്റെ രൂപം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒരുപാട് ശിഷ്യന്മാർ വരുന്ന ഒരു ആശ്രമമല്ലേ? അപ്പോൾ ചണ്ടാള ബാബേനെയാണോ അവര് ആരാധിക്കാറ്? മീൻസ് ആ ഒരു രൂപം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതാ നമ്മൾ പറഞ്ഞു. അത്തരം ആളുകളോട് വരുമ്പോൾ നമ്മൾ പറയും, അവർ ഓരോരുത്തരും ഇപ്പോൾ ദൈവവിശ്വാസികളല്ലേ, എന്നെ പൂജിക്കാനല്ലല്ലോ അവരവിടെ വരുന്നത്, അല്ലെങ്കിൽ എന്നെ അറിയാനല്ലോ, ഒരു ദൈവത്തെ അറിയാനല്ലേ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അതിനുള്ള മെത്തേഡുകൾ പലതുള്ളത്. അവർക്ക് എന്താണ്, ഏത് മെത്തേഡാച്ചാൽ പല മെത്തേഡ് അവിടെ ഈ ലോകത്തുള്ളതിന് പലതും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊരിക്കലും ദൈവത്തിൻ്റെ രൂപം പറഞ്ഞു കൊടുക്കാറില്ല. നിൻ്റെ ദൈവത്തെ നീ കണ്ടെത്ത്. പരമാവധി നിൻ്റെ ദൈവത്തിന് നിൻ്റെ രൂപമായാൽ അത്രയും നല്ലതെന്നാണ് പറയുക. അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ രൂപമായാൽ നല്ലതാണ്. ഒരു താൽക്കാലിക ശമനത്തിന് നിനക്ക് എന്നിൽ ഒരു ഗുരുവിനെ കണ്ടുകൊണ്ട് ആ ഗുരുവിൻ്റെ രൂപത്തിൽ കാണണമെങ്കിൽ കാണാം. പക്ഷേ ആ ജീവനാന്തം പിടിക്കല്ലേ, ഞാൻ ദൈവമല്ല, നീ പറയുന്ന ദൈവമല്ല. അറിവിൻ്റെ കാര്യത്തിലൊക്കെ മറിച്ച് അല്ല. അതുകൊണ്ട് ദൈവത്തിന് രൂപം അത് പൂജ്യത എന്ന് പറയുമ്പോൾ ദൈവത്തിന് രൂപമല്ല. രൂപമില്ല, ഗന്ധം മണമില്ല, മാതാ അമ്മയില്ല, പിതാ അച്ഛനില്ല, സഹോദരങ്ങളുമില്ല, ഒന്നുമില്ല, പകരക്കാരനൊന്നുമില്ല. പ്രപഞ്ച സത്യം അത്രയേ ഉള്ളൂ. നാഗപണമല്ല, അത്രയേ ഉള്ളൂ. അപ്പം സമൂഹത്തിനോടുള്ള ഒരു പ്രതിഷേധമാണ് തൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെന്താ വെച്ചാൽ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയണ കാര്യമാണ്. നമ്മൾ 14 ദിവസം ഈ ജയിലിലായിരുന്നു. 14 ദിവസം 2021 മാർച്ച് മാസത്തിൽ. അതെന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഞാൻ കൊണ്ടുനടക്കുന്ന തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ എന്താ വെച്ചാൽ ബ്രാഹ്മണ സമുദായങ്ങളിലും ബലിയാചാരങ്ങൾ ഉണ്ടായിരുന്നു, ചെയ്യുന്നവരുണ്ട്. അതല്ലാണ്ട് തന്നെ ഒട്ടുമിക്ക ഹൈന്ദവ സമൂഹത്തിലെ സമുദായങ്ങളിലും ഈ മൃഗപക്ഷി ബലിയോടുകൂടിയുള്ള പൂജാവിധാനങ്ങളുണ്ട്. ഭക്ഷണം മത്സ്യമാംസത്തിൽ കഴിക്കണമെങ്കിൽ അവർ വിശ്വാസപ്രകാരം അവരുടെ ദേവതയ്ക്ക് സമർപ്പിച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. ആ ദേവതയ്ക്ക് വർഷത്തിലൊരിക്കലും ഇങ്ങനെ ചെയ്യണമെന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. വിശ്വാസം മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട രുചിയിൽ കഴിക്കുന്ന പോലെ തന്നെയാണല്ലോ ഇഷ്ടപ്പെട്ട വിശ്വാസത്തിലും കഴിക്കുന്നത് തെറ്റൊന്നുമില്ല. കാരണം അത്രേ സംതൃപ്തി ഉണ്ടാവുള്ളൂ എന്നുള്ളത് തന്നെയാണ് മറ്റുള്ള മതങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 1968 കേരളത്തിലൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മൃഗപക്ഷി പീഡന നിരോധന നിയമം, ടെമ്പിൾ ആക്റ്റാണ്. ക്ഷേത്രത്തിൽ മാത്രം. അത് അന്നത്തെ സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ്. സർക്കാരിൻ്റെ കാലത്ത് വന്നൊരു നിയമമാണ്, നിയമസഭ പാസ്സാക്കിയതാണ്. ആ നിയമത്തിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് മതം പറയാൻ തോന്നരുത് ആർക്കും. പക്ഷെ മറിച്ച് എന്താ വെച്ചാൽ ഒരു അനീതിയുണ്ട്.
ഒരു ഈ നമ്മളുടെ ഭരണഘടനാ പ്രകാരം പറയുന്ന മൗലികാവകാശത്തിനുള്ള കടന്നുകയറ്റമാണ് മതസ്വാതന്ത്ര്യം. അതിന് മറിച്ച് ഈ സമത്വം പറയുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ സമത്വത്തിനെതിരാണ്. ആർട്ടിക്കിൾ 14 വളരെ എതിരായിട്ട് തന്നെയാണ് നിൽക്കുന്ന നിയമം. കാരണം വെച്ചാൽ ക്രൈസ്തവർക്ക് ഇടപ്പള്ളി, ഇപ്പോൾ കൊച്ചിയിലെ ഇടപ്പള്ളിയിലൊക്കെ ഓൾറെഡി കോഴി വെട്ടി ഗംഭീര പരിപാടി നടക്കാറുണ്ട്. ഹൈബീഡനെ പോലെയും മറ്റുള്ള ഒരുപാട് നേതാക്കന്മാർ വരാറുണ്ട്. നടക്കട്ടെ, ഞാൻ കുറ്റം പറയില്ല, അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്ലാമിക മത സഹോദരങ്ങളെ സംബന്ധിച്ച് അവർ ബലി പെരുന്നാളിന് പോത്ത്, ആട്, കോഴി ഒക്കെ അവരും എന്തൊക്കെയാണ് അവരും ബലി കൊടുത്ത് കഴിക്കുന്നുണ്ട്. ഒരു വിശ്വാസം ഇതൊക്കെ നടക്കുന്നിടത്ത് ഹൈന്ദവമായിട്ട് ഇത്തരം ആചാരങ്ങൾ നടക്കുന്നിടത്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിശ്വാസത്തിന് നേരെ, നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ആ സർക്കാർ നടത്തിയത്. കാലം കഴിഞ്ഞു. അന്നത്തെ കാലത്തൊന്നും ഇപ്പോൾ പറയാൻ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാലങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ബ്രാഹ്മണിസമാണ് ഹിന്ദു എന്ന രീതിയിലൊരു പ്രചരിപ്പ് വല്ലാണ്ട് നടക്കുന്നുണ്ട്. ബ്രാഹ്മണിസം. അപ്പോൾ ഈ ബ്രാഹ്മണിസത്തിന് ബ്രാഹ്മണിസത്തിലേക്ക് ഒതുങ്ങിച്ചേരേണ്ട അവസ്ഥ തദ്ദേശീയ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഭരണഘടന ഭഗവത്ഗീതയും ഭരണഘടനയും ഒരുമിച്ച് നീട്ടിയാൽ ഞാൻ ആദ്യം ഭരണഘടനയാണ് പിടിക്കുക, എന്നിട്ടേ ഭഗവത്ഗീത പിടിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഖുറാനും ഭരണഘടന എടുത്താലും ഞാൻ ഭരണഘടനയെ പിടിക്കുള്ളൂ. ബൈബിളും ഭരണഘടന നീക്കിയാലും പിന്നെ പിടികകളും ഭരണഘടന എടുത്താലും ഭരണഘടനയെ ആദ്യം പിടിക്കുള്ളൂ. മറ്റത് പിടിക്കില്ലല്ല, രണ്ടാമത് ഞാൻ പിടിക്കും. കാരണം അത് ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസമായിട്ടുള്ള ഗ്രന്ഥമാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭരണഘടനയ്ക്കാണ് എനിക്ക്. ആ ഭരണഘടന പ്രകാരം ഞാൻ ആരാണ് പ്രതിനിധീകരിക്കുന്ന ആ ജനതയ്ക്ക് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ്. ആ കടന്നുകയറ്റത്തിൽ അവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ കടന്നുകയറ്റം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്താ പരിഹാരം? സ്വാഭാവികമായിട്ടും ഭരണഘടന വിരുദ്ധമായിട്ടുള്ള കാര്യത്തിനെതിരെ സമരം ചെയ്യണം. വെറുതെ സമരം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഹിന്ദു ആചാരവിശ്വാസങ്ങൾ പ്രകാരം ഇത് തെറ്റാണോ? അല്ല. ബലി ആചരിക്കപ്പെടേണ്ട നിയമങ്ങളുണ്ട്. കൗള, ശാക്തേയ, മലവാരം എന്നൊക്കെ പറയും. ഇത് സംബന്ധിയായിട്ടുള്ള ആചാരങ്ങളിൽ ഇതുള്ളതാണ്, അത് ചെയ്യണം. അപ്പോൾ മതം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മതനിയമം. ഇനി അടുത്തെന്താണ്? ഭരണഘടന. അപ്പോൾ ഈ 68 നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമം അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ നിയമം ഉണ്ടാകുമ്പോൾ ആദരിച്ചേ പറ്റുള്ളൂ, അത് പിൻപറ്റണം. അത് ഭരണഘടന പറയുന്നതുകൊണ്ട് നമ്മൾ പിൻപറ്റണം. പക്ഷെ മറിച്ച് 68 നിയമം ഉണ്ടാകുമ്പോൾ ഭരണഘടന ആർട്ടിക്കിൾ 251 പറയുന്നത് എന്താ വെച്ചാൽ കൺകറൻറ്റ് ലിസ്റ്റിൽ പറയപ്പെട്ടിരുന്ന ഒരു കാര്യത്തിൽ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ വിഷയത്തിൽ പാർലമെൻറ്റിന് നിയമം ഉണ്ടോ എന്ന് അന്വേഷിച്ചു. 1960 പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ അധ്യായം 6 സെക്ഷൻ 28 പ്രകാരം ആചാരവിശ്വാസ പ്രകാരമുള്ള മൃഗപക്ഷി ബലി, അനുവദനീയമായ മൃഗപക്ഷി ബലി, അനുവദനീയം എന്ന് പറയുന്നത് മയിലിനെ, സിംഹത്തിനെയൊന്നും ആനിനൊന്നും കൊല്ലാൻ പറ്റില്ല. ചില സ്ഥലത്ത് പശുവിനെയും കൊല്ലാൻ പറ്റില്ല, ചില സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ആട്, കോഴിയൊന്നും പ്രശ്നമില്ല. അപ്പോൾ അത് ഇവിടുത്തെ ഹിന്ദുക്കളിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ഭൂരിപക്ഷമായിരിക്കുന്ന SC ST പിന്നോക്ക വിഭാഗങ്ങളും ഈ പറയുന്ന അമ്പലവാസി നായന്മാരല്ലാത്ത ഒട്ടുമിക്ക ആളുകളും, നായന്മാരും ഭാര്യന്മാരും ബ്രാഹ്മണത്തിൻ്റെ പല സമയത്ത് പിടാരകന്മാരും മൂസത്തുമാരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ബലി ആചരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ പറയുന്ന ഭരണഘടനാ നിയമങ്ങൾക്ക് എന്താ പറയുക വിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നിയമം ഉണ്ടാക്കിയത്. ഭാഗമായിട്ട് കൊടുങ്ങല്ലൂരിൽ ഭരണിക്ക് നമ്മൾ പോയി കോഴി വെട്ടി പോലീസുകാർ കടന്നു പിടിച്ചു മാത്രമല്ല അവിടെയും തന്നെ 1969 ആണെന്ന് തോന്നുന്നു, 65 ആയിരിക്കാം, ടെമ്പിൾ എൻട്രി വർഷിപ്പ് ആക്ട് ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആരൊക്കെയാണുള്ളൊരു ആക്ട് ഉണ്ട്. അതിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഒരു ഡ്യൂട്ടിക്ക് പോലും കയറാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു ക്രൈസ്തവനായ പോലീസുകാരനാണ് നമ്മളെ കടന്നു പിടിച്ചത്. ഈ ആയുധം പിടിച്ചിരിക്കുന്ന നമ്മളെ കത്തിമ കയറി പിടിച്ച് കൈമ മുറിയായിട്ട് അവർ വെട്ടിയെന്നാണ് പറഞ്ഞത്. നമ്മളിതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഉപദ്രവിക്കുകയുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആചാരം അറിയില്ല. കാരണം ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങളുടെ അല്ലെങ്കിൽ ഭരണിക്ക് പോയി കഴിഞ്ഞാൽ ആൾ പിടിച്ച ആൾക്കാരാവും. ഇതുമ്മ കയറി പിടിച്ചിട്ട് മുറിയായി എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുറിയായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജയിലിൽ പോകുന്ന വിയ്യൂരിൽ 14 ദിവസം റിമാൻഡിലാക്കിയപ്പോൾ എന്താ പറയുക, സ്വതവേ എനിക്ക് ഞാൻ തൃശ്ശൂരും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരൊക്കെ പോകുന്ന സമയത്ത് എനിക്കുണ്ട് ജയിലിൽ എന്താ നടണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് അത് ജയിൽവാസം ഒരു തെറ്റൊരു വിഷമമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു അനുഭവമായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വതവേ ആളുകൾ കരുതി വെച്ചാൽ ഇത്തരം കേസുകൾക്ക് പോകുമ്പോൾ, പക്ഷേ എൻ്റെ അമ്മയൊക്കെ കരുതിയത് പാവം ഈ പോലീസുകാർ പിടിച്ചുകൊണ്ട് പിടിച്ചും കുത്തുന്നൊക്കെ കരുതി. അങ്ങനെയൊന്നുമില്ല. സിനിമയിലുണ്ട്, പിന്നെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അതൊക്കെ ഓരോ വിഷയങ്ങളും ഓരോ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ചെയ്യുന്ന ക്രൈം ചെയ്യുന്നതും അല്ലാതെ കുറ്റം തെളിയിക്കാനൊക്കെ ഉണ്ടായിരിക്കാം. എന്നെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഒരു ട്രാവലറിലാണ് കൊണ്ടുപോയത്. ട്രാവലറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഈ ഞങ്ങളുടേതായ സാമുദായികമായിട്ടുള്ള തോറ്റങ്ങളും പാട്ടുകളും നാടൻ പാട്ടൊക്കെ പാടി ഒരു ടൂർ പോകുന്ന പോലെ സത്യം വിയ്യൂരിലേക്ക് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം പോലീസുകാർ നല്ല രീതിയിൽ തന്നെയായിരുന്നു ചെന്ന് അവിടെ പേരുകളൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ 14 ദിവസം ഞങ്ങൾ കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മന്ത്രി പറയേണ്ടായി, കുഞ്ചാക്കോ പറഞ്ഞു ജയിലിലെ ഫുഡിനാണ് കേമം, സ്കൂളിലെ ഫുഡ് മോശമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അങ്ങനെ നല്ല സ്കൂളിലെ ഫുഡാണ് അടിപൊളി, ജയിലിലല്ല എന്ന് പറയേണ്ടായി. അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ സ്കൂളിലെ ഫുഡും കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ പിള്ളേരൊക്കെ ജയിലിലെ ഫുഡും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം ജയിലിലെ ഫുഡാണ് ബെറ്റർ.
കാരണം ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം നല്ല വറുത്തരച്ച മട്ടൻ കറിയാണ്, പിന്നെ 2 ദിവസം നല്ല നെയ്മീനാണ്, പിന്നെ അവിയൽ, ചപ്പാത്തി, ഉപ്പുമാവ് തുടങ്ങി ഇഡലി വരെ ഉണ്ടോ ഒരു സംശയമുണ്ട്. എന്നാലും നല്ല സദ്യയും സാമ്പാറുമായിട്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറയും, പിന്നെ ഉപ്പുമൊക്കെ വേറെ കിട്ടും. പിന്നെ ഇപ്പോൾ റിമാൻഡിലൊക്കെ നമുക്ക് എണ്ണയും സോപ്പൊക്കെ അവിടെ നിന്ന് കിട്ടിയിരുന്നു, അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ ഭക്ഷണം പിന്നെ 24 മണിക്കൂർ ഫാൻ തിരിയും. നമ്മൾ റിമാൻഡിലുള്ള കാലമാണ് പറയുന്നത്, മറ്റേത് കാര്യം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ശരി, പിന്നെ CC ക്യാമറ ഉണ്ട്, നമ്മൾ ആരും ഒന്നും ഉപദ്രവിക്കുകയൊന്നുമില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ പണിയെടുക്കാൻ മടിയുള്ളവനൊക്കെ അങ്ങോട്ട് പോയാൽ പോരെ. അപ്പോൾ പക്ഷേ വിഷമം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് നിരപരാധികൾ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോക്സോ കേസിലൊക്കെ പെട്ടിട്ട് ഒരുപാട് വെച്ചാൽ ഭാര്യയും ഭാര്യയുടെ അമ്മയൊക്കെ ദേഷ്യം തീർക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് അച്ഛൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയിപ്പിക്കുക. പിന്നെ അയൽവാസികളാണെങ്കിലും ശരി പ്രായമുള്ള മുത്തശ്ശന്മാരെ കാണിച്ചിട്ട് ഇവരെ എന്നെ കൈ പിടിച്ചു എന്ന് പറയിപ്പിക്കുക. ഇങ്ങനെ തെറ്റായ രീതിയിൽ പോക്സോ കേസുകൾ ഇതായിട്ട് ഒരുപാട് സാധുക്കൾ കിടക്കുന്നുണ്ട്. ഒരുപാട് അപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിയമം വരണം? അല്ല, അത് അവിടെ മാത്രമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പോൾ മെൻസിൻ്റെ അസോസിയേഷൻ വേണമെന്ന ആൾക്കാരെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ പൂർണ്ണ സഹകരണം എന്താ വെച്ചാൽ വേറൊന്നുമില്ല, സ്ത്രീകൾക്ക് വേണ്ടി അത്ര കണ്ട് സംസാരിക്കാൻ, സ്ത്രീയെ ദൈവത്തിൽ സ്ത്രീയുടെ രൂപത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എത്ര നാര്യസ്തു പൂജ്യന്തേ എന്ന് തന്നെയാണ്, രമന്തേ തത്ര ദേവത. അപ്പോൾ അവിടെയാണ് ഐശ്വര്യം എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മൾ. അതാണ് നമ്മളെ കാഴ്ചപ്പാടും. അപ്പോൾ എന്താ പറയുക, എന്നിരുന്നാൽ പോലും പുരുഷന്മാരുടെ വേദന നിങ്ങളൊന്ന് ചുറ്റൊന്ന് അറിഞ്ഞു നോക്കുള്ളൂ. കാരണം സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ഉടനടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. SC അട്രോസിറ്റി ആക്ട് പോലെ തന്നെയാണെങ്കിലും അതിൻ്റെ അപ്പുറമാണ്. അട്രോസിറ്റി ആക്ട് ഒന്നും ഒരിക്കലും പോലീസുകാർ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല, എടുത്തോണ്ട് കൊണ്ടുപോകും. പിറ്റേ ദിവസം പത്രത്തിലും ഫോട്ടോ വീഡിയോ ഒക്കെ വന്ന് ഇവൻ ഫുള്ള് പെണ്ണ് പിടിയാനോ മോശക്കാരോ ഇപ്പോൾ ആൾ ആത്മഹത്യ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പുരുഷന്മാർ ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് ആൾക്കാർ സംസാരിച്ച് ഒരു കൗൺസിലിങ്ങൊക്കെ നടത്താറുണ്ട് നമ്മളെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എൻ്റെ ബോധ്യമാണ്. ഒരുപാട് പുരുഷന്മാർ അവർക്ക് പുറത്തു പറയാറുണ്ട്. അവർ പുറത്തു പറഞ്ഞാൽ നീ കോന്തനാടാ പെൺകോന്തനാടാന്ന് കൂട്ടുകാരടക്കം ചോദിക്കും, വീട്ടുകാരും പറയും. പിന്നെ എന്തെങ്കിലും കാണിച്ചാലോ ഇവൾ പോയി പരാതി കൊടുക്കും. പിന്നെ ഇവൾക്ക് മാസം പൈസ കൊടുക്കാനും ഏതൊരു സിവിൽ ചില്ലറ പൈസ ആക്കി കെട്ടിയ പോലെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു അസോസിയേഷൻ വേണം, അതിന് സംശയമൊന്നുമില്ല, അതൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെയാണ് നമ്മളവിടെ ചെന്ന സമയത്ത് ക്രൈം ചെയ്ത ആൾക്കാർ രക്ഷിക്കപ്പെടണം. പക്ഷെ അല്ലാതെ സാധുക്കൾ ഇത്തരം വിഷയത്തിൻ്റെ പേരിലാവുമ്പോൾ ഏറ്റവും വലിയ വിഷയം കുട്ടികളുടെ പേരിലൊക്കെ പോക്സോ കേസൊക്കെ ചുമത്തുന്ന സമയത്തെ അവൻ നിരപരാധിയാണെങ്കിൽ പോലും എല്ലാവരും കൊട്ടിഘോഷിക്കും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനൊരു ജീവിതമില്ല, എല്ലാവരും അങ്ങനെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സംഭവങ്ങൾ കുട്ടികളുടെ പേരിലൊന്നും ചെയ്യാതിരിക്കുക. ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണിഷ്മെൻറ്റ് കൊടുക്കുകയും വേണം. അല്ലാതെ തമാശയ്ക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഭക്ഷണം നല്ലതാണ്. പിന്നെ സ്കൂളിലെ കാര്യം കറക്റ്റാണ്, സ്കൂളിനേക്കാൾ ബെറ്റർ ഭക്ഷണം. ജയിലിൽ തന്നെയാണ് ഇപ്പോൾ അത് പോയി ജയിലിൽ ഇപ്പോൾ ആ തൊഴിലുറപ്പുകാർക്ക് ഒട്ടും നിൽക്കാൻ കൂടുതൽ കൂലി 500 രൂപ എന്തോ കൊടുക്കേണ്ടതുമാണ് കിട്ടും കൂട്ടി. അതൊക്കെ ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് സ്വാഭാവികമായിട്ട്. ഇപ്പം മെൻസ് അസോസിയേഷൻ എന്നല്ലാതെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ 2 നിയമങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ബാബാജിക്ക് ആ ഒരു അധികാരം തരാണ് 2 നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായിരിക്കും ആ 2 നിയമം? എനിക്ക് മനസ്സിലായില്ല. എന്താ വെച്ചാൽ മെന്നിനെ സപ്പോർട്ട് ചെയ്യാൻ, മെന്നിനെതിരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ നിയമം മെന്നിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 നിയമം. പ്രാഥമികമായിട്ട് എല്ലാ നിയമങ്ങളും പോലെ തന്നെയാണ്. അധികമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ആണുങ്ങൾക്കെതിരെ ഇതുപോലൊരു പരാതി വരികയാണെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രം ആളെ അറസ്റ്റ് ചെയ്യുക. ആദ്യം ഈ SC പോലെ തന്നെ അതിൽ FIR ഇട്ടാലും പോലും ഒരു ക്രിമിനലിനെ പോലെ ചിത്രീകരിക്കാതിരിക്കുക. കുറേ നിയമങ്ങൾ പറയാം. പിന്നെ പോലീസുകാർ ഇത് കേൾക്കുമ്പോഴത്തേന് ഈ സോഷ്യൽ മാധ്യമങ്ങളെയും വിളിച്ച് വീഡിയോ എടുക്കുന്ന പരിപാടി ആദ്യം നിർത്തിക്കുക. അത് ക്രൈമാക്കി മാറ്റുക. പക്ഷേ അനാവശ്യമായി ഇത്തരം വിഷയങ്ങൾ കേൾക്കുന്നതോട് കൂടി തന്നെ ഇവർ പോകുമ്പോൾ തന്നെ 10 മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഈ വ്യക്തിയെ പരമാവധി നാറ്റിക്കുന്നൊരു പരിപാടി കേരള പോലീസിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ചെയ്യുന്ന പോലീസുകാർക്കെതിരെ ശക്തമായി നടപടി, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ വേണ്ട നല്ലവണ്ണം ആണുങ്ങളെ ഇത്തരത്തിൽ നാറ്റിക്കാനായിട്ട് നിൽക്കുന്ന ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റിലെ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി എടുക്കുക. അങ്ങനെ 2 നിയമങ്ങളെ കാര്യമായിട്ട് കൊണ്ടുവരും. ഇപ്പോൾ റേപ്പ് കേസൊക്കെ വരുമ്പോൾ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇരയുടെ പേര് വെളിപ്പെടുത്താതിരിക്കുകയും അതിൻ്റെ പ്രതിയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പ്രതി എന്ന് കരുതപ്പെടുന്ന ആളുടെ പേര് വെളിപ്പെടുത്തുന്ന അതിനോട് എങ്ങനെ പ്രതികരിക്കും? അല്ല, അത് ഞാൻ പറഞ്ഞു, പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. തന്നെ അവിടെ എന്താ വെച്ചാൽ 2 പേരുടെയും പേര് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു കുറ്റം കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധിക്കണം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുവരെ അയാൾ എന്താ വെച്ചാൽ ഒരു കുറ്റാരോപിതനാണ്. കുറ്റാരോപിതനെ കയറിയിട്ട് നമ്മൾ അയാൾ ക്രിമിനലാണ്, അയാളത് ചെയ്തു, പ്രത്യേകിച്ച് പീഡകനാണെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വിഷയമാണ്. ചിലപ്പോൾ ചെയ്തിട്ട് ചിലപ്പോൾ സാമ്പത്തിക ചിലവ്, ഇപ്പോൾ ഒരു പൈസ ചിലവാക്കിയിട്ടാകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. കാരണം നിയമപ്രകാരം തെളിവുകൾക്കാണ് പ്രാധാന്യം. തെളിവ് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്കല്ല. എന്നാൽ പോലും
നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അയാളുടെ പേര് പോലും പുറത്തു പറയേണ്ടുള്ളൂ. അല്ലെങ്കിൽ അതുവരെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, മുഖം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. രണ്ട് പേര് ഒരുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഇതൊക്കെ മാധ്യമങ്ങൾക്ക് വാർത്ത ചമയ്ക്കാൻ എളുപ്പമാണ്, തിരിച്ചെഴുതാൻ കഴിയില്ല. കാരണം ദേവസ്വം ബോർഡിൻ്റെ തന്ത്രി ലിസ്റ്റുള്ള എന്നെ, ഞാൻ പ്രത്യേകം പറഞ്ഞു, ദേവസ്വം ബോർഡ് തന്ത്രി ലിസ്റ്റുള്ള ഞാൻ ദേവസ്വം ബോർഡിൽ ലിസ്റ്റുള്ള ആളാണ്. എന്നിട്ട് പോലും പുതിയൊരു കമ്മീഷണറെ ജോയിൻ ചെയ്ത സമയത്തെ എൻ്റെ ശിഷ്യരായിരിക്കുന്ന ഒരു ശിഷ്യൻ ഒരു ഫേസ്ബുക്ക് പേജിട്ടു, ഈ അയ്യങ്കാളി അപ്പൂപ്പൻ്റെ സമാധി ദിനത്തിൻ്റെ ഭാഗമായിട്ട്, നിർവ്വാണ ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചണ്ടാള ബാബ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഗുരുനാഥി നാടിന് വേണ്ടി എന്ത് ചെയ്തു അങ്ങനെ പറഞ്ഞിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ വടക്കൻ മലബാറിലുള്ള ഒരേ ഒരു അബ്രാഹ്മണ തന്ത്രിയാണ് കൂടെ ഈ പറയുന്ന വടക്കൻ മലബാറിലുള്ള ഒരേ ഒരു തന്ത്രിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ അംഗീകാരമുള്ള തന്ത്രിയാണ്. കേരളത്തിൽ ഈ പറഞ്ഞ തന്നെ ഈ ടോട്ടൽ കേരളത്തിൽ നോക്കുമ്പോൾ SC വിഭാഗത്തിലുള്ള തന്ത്രിയാണെന്ന് ഇവർ എഴുതിയിട്ടു. ഇതൊട്ടും തന്നെ പരിശോധിക്കാതെ ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർ ജോലിക്ക് കയറിയ ടൈമിൽ എന്ത് ചെയ്തു, ഇദ്ദേഹം വ്യാജനാണ് എന്ന് കൊണ്ട് എൻ്റെ ഫോട്ടോ വരെ വെച്ചിട്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുകയും അല്ലെങ്കിൽ വാർത്ത കൊടുക്കുകയും DGPക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. എല്ലാവരും കണ്ടു കഴിഞ്ഞു ഇയാൾ ഫ്രോഡാണ് എന്നുള്ളത്. അവർ ചെയ്ത് തെറ്റായി എന്നുള്ള SC/ST കമ്മീഷൻ്റെ മുന്നിൽ അവർ അടിയും കാലും പിടിച്ചതാണ്. എനിക്ക് അറിയാണ്ട് പറ്റി, പക്ഷേ പറഞ്ഞത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ആ ഒരു സമയത്ത് നമുക്കുണ്ടായ മാനസിക ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ പറഞ്ഞു കഴിഞ്ഞു, ഇവർക്ക് എന്താ ഇവർ കയ്യോ എനിക്ക് അറിയാണ്ട് പറ്റി, തീർന്നു കഴിഞ്ഞു. പക്ഷേ എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും എനിക്ക് സാമൂഹികമായിട്ടും ഒക്കെ ഉണ്ടായ മാനക്കേട് അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഇതൊക്കെ പറയുന്നത്. സ്ത്രീയുടെ വിഷയമായാലും ശരി, ഒരു കാര്യം പറയുമ്പോൾ ആയും തന്നെ പോലീസുകാരുടെ പരിപാടിയാണ്. അവർക്ക് പ്രത്യേകിച്ച് നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു ഒരു എന്തോ ഒരു ഇഷ്ടപ്പെടാത്ത പോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മറ്റേ രാജ്യത്തെ പട്ടച്ചാരയെ കൊണ്ട് നാറ്റിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ പരമാവധി നാറ്റിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഇവർ ഇത്തരം ആളുകളെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞേ, ഇവരൊന്നും പേരോ മുഖോ ഒരിക്കലും കാണിക്കേണ്ട ആവശ്യമില്ല. പ്രാഥമിക അന്വേഷണത്തോടു കൂടി മാത്രം ചെയ്ത SC/STക്ക് പോലും ഈ പ്രാഥമിക അന്വേഷണം വേണ്ട എന്നിട്ട് പോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ ഇത് ചെയ്താൽ അതങ്ങനെ വേണ്ടതാണ്. കാരണം എല്ലാവർക്കും ഒരു ലൈഫുണ്ട് കൂട്ടി, അത് നശിപ്പിച്ചാൽ തിരിച്ചു ആത്മഹത്യ അല്ലാണ്ട് വേറെ മാർഗ്ഗം ഉണ്ടാവില്ല. കാരണം ലോകം അറിയുന്നില്ല ഇവൻ നിഷ്കളങ്കനായിരുന്നവൻ തെറ്റിയിട്ടില്ല. തെറ്റ് ചെയ്തവനോ ശിക്ഷിക്കപ്പെടട്ടെ, അതിനുശേഷം ഫോട്ടോ 10 ഫ്ലക്സ് അടിച്ച് വാലാഭിഷേകം നടത്തിക്കോട്ടെ, ഇവനാണ് പ്രതിയാണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതങ്ങനെയാണ് വേണ്ടത്. ഇപ്പം എനിക്ക് കുറച്ച് മുന്നേ നമ്മൾ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു റിലീജിയസ് പരമായിട്ട് വിവാഹം കഴിച്ച ഒരാളാണ് ബാബാജി. എന്തുകൊണ്ടാണ് നിയമപരമായി വിവാഹം കഴിക്കാതിരുന്നത്? കാരണം ഇപ്പോൾ സംസാരിച്ചപ്പോഴാണെങ്കിലും ബാബാജി പറഞ്ഞൊരു കാര്യമാണ്, ഭഗവത്ഗീതയും കോൺസ്റ്റിറ്റ്യൂഷനും വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നിയമപരമായ വിവാഹം കഴിച്ചില്ല? ഒന്നെന്താ വെച്ചാൽ ഈ വിശ്വാസപരമായ വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ അമ്പലത്തിൽ താലികെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പാർട്ട്ണറുടെ വീട്ടുകാരുടെ താല്പര്യത്തിലാണ്. അമ്പലത്തിലോ അത്തരമുള്ള പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല. പിന്നെ വിവാഹം എന്ന് പറയുന്ന ഈ ട്രഡീഷണലി പോകുന്ന കാര്യത്തേക്കാൾ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് പരസ്പരം അറിഞ്ഞ് ജീവിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ വിവാഹമായിട്ട് കാണുന്നത്. മറ്റൊക്കെ ട്രഡീഷണലി കൊണ്ടുനടക്കുന്ന ഒരു പ്രഹസനത്തിൻ്റെ പോലെ ആയിരിക്കുന്നു. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെ. നിയമപ്രകാരം എന്തുകൊണ്ട് വെച്ചാൽ നിയമപ്രകാരം കല്യാണം എന്ന് പറഞ്ഞ സാധനം കഴിച്ചാലും ആരാധനാപരമായിട്ട് വിശ്വാസപരമായിട്ട് ഏത് മതവിശ്വാസപരം കഴിച്ചാലും ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണ്ടേ. അപ്പം ഇനിയിപ്പോൾ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഒന്ന് പറയാം, നിയമം എന്ന് പറഞ്ഞാൽ ഹിന്ദു മാരേജ് ആക്റ്റിൽ ഞാൻ എൻ്റെ പാർട്ട്ണർ തിരഞ്ഞെടുത്തതും നിയമപ്രകാരം വിവാഹമാണ്. ഹിന്ദു മാരേജ് ആക്റ്റിൽ ഒരു വിളക്കിൻ്റെ നടക്കിൽ ഒരു വിളക്ക് സാക്ഷിയായിട്ട് താലി കെട്ടിയ കൈ പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തത് ഒരുപാട് കാര്യം സപ്തതിയൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വിളക്ക് സാക്ഷിയായാൽ മതി. അതുകൊണ്ട് അത് നിയമപ്രകാരം തന്നെയാണ്, ഭരണഘടന പരമായിട്ട് മറ്റത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞത് വിവാഹത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കട്ടെ, അവർക്ക് അവരെ സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം വേണം. തീർച്ചയായിട്ടും ഞാൻ സ്വതവേ പറയുന്നതാണ്. എന്നുവെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും തന്നെ എന്താ വെച്ചാൽ ഒരു കൗതുകത്തിലാവരുത്. ഇതൊന്നും ഒരു കൗതുകത്തിലാവും. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് സ്നേഹിക്കുമ്പോൾ ഒരുമിച്ച് പണ്ട് ലിമിറ്റൊക്കെ തന്നെയുള്ള കുട്ടി. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ വിവാഹം എന്ന കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിട്ട് കാലങ്ങളൊന്നും ആയിട്ടില്ല. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ എന്തോ ഉത്കൃഷ്ടരാണെന്ന് മനുഷ്യന് തോന്നുന്നത് കൊണ്ടാണ്. ഒരു സാമൂഹികമായിട്ട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ മൃഗതുല്യർ തന്നെയാണ് മനുഷ്യരും, മാറ്റമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞു അതിൻ്റെ മാറ്റങ്ങൾ വെച്ചാൽ അത് ഈ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നാട്ടുകാരെ പിടിച്ചിട്ടാ. അപ്പോൾ അവിടെയാണ് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്കൊരു പരസ്പര ധാരണ വേണ്ടേ. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു നിങ്ങൾ സ്നേഹിച്ചോളൂ, പ്രേമിച്ചോളൂ, ഒരുമിച്ച് ജീവിച്ചോളൂ. പക്ഷേ ഇന്നത്തെ കാലത്തിന് വെച്ചാൽ സെക്ഷൽ റിലേഷനൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്സിനെ ആസ്വദിക്കാനാണെങ്കിൽ ഓക്കെ, അതല്ല നിങ്ങൾ സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള പ്രണയത്തിൻ്റെ ബന്ധങ്ങളാണെങ്കിൽ ഒരു ടൈം എടുത്തിട്ട് മതി.
കാരണം അധികവും കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ലൈവ് കാണുന്ന കാര്യമല്ല പോണത്. ഇത്തരം വിഷയങ്ങൾ കേൾക്കാൻ കാരണം ഒത്തിരി ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറ്, നമ്മളോട് സംസാരിക്കാറുണ്ട്, വിഷമമുണ്ട്. അപ്പോൾ അത്ര നമുക്ക് മനസ്സിലാച്ചാൽ ഒക്കെ ഒരു കൗതുകത്തിൽ ആ റിലേഷൻ ഏർപ്പെടുക. പിന്നീട് മറ്റാൾ വലിയും. അപ്പോൾ ഉണ്ട് ഇയാൾ അവൻ എന്നെ പറ്റിച്ചു, തേച്ചു, പോയി, എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, കുറേ കരയും ഇരുന്നിട്ട്. അബോർഷൻ കേസുകൾ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ അച്ഛനായിട്ടുണ്ടാവില്ല, അമ്മ ആയിട്ടുണ്ടാവില്ല, വീട്ടിലായിട്ടുണ്ടാവില്ല, ഭയമായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ അത്ര ഡെപ്തിലേക്ക് പോകുമ്പോൾ ലിവിങ് ടുഗദറിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഒരു വർഷം 2 വർഷം ഒന്നിച്ചൊരു റൂമിൽ ഒരുമിച്ച് കഴിയാൻ പറ്റുമോ നോക്കുക. കെട്ടിപ്പിടിക്കാതെയും കിടക്കാൻ പറ്റുമോ റൂമിലൊരു ബെഡില്ലേ, അതിനൊക്കെ കഴിയണം. അങ്ങനെ അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അതല്ല വേണ്ടതെന്ന് നവസമൂഹത്തിൽ പുതിയ ചിന്താഗതിക്കാർ കരുതുന്നെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ മറിച്ച് എന്താണ്, വിവാഹം കഴിക്കുമ്പോൾ 4 ആൾ കാണുക ഒരു ഇതുണ്ട്, ആരെങ്കിലും അറിഞ്ഞു, ഇതാരും അറിയാണ്ടേ ആവുമ്പോൾ പിന്നീടുള്ള ദുഃഖത്തിലും അതുപോലെ തന്നെയാവും. അതല്ല കേവലം അമേരിക്കക്കാരൻ പറഞ്ഞാൽ ഇതാണോ കല്യാണം എന്ന് പറഞ്ഞ പോലെ, അതൊക്കെയാണെങ്കിൽ എന്തോ ആവാം. അതല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ലിവിങ് ടുഗദർ തന്നെയാണ് 2 വ്യക്തികൾ പരസ്പരം അച്ഛനും അമ്മയും ഒന്നുമല്ല. വിസ്മയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞു കഴിഞ്ഞോന്ന്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം 2 വ്യക്തികൾ അറിയാത്താണെന്ന്. നിങ്ങൾ 10ൽ 10 പൊരുത്തം നോക്കും, ജാതകം നോക്കും, അടുക്കള പോയി നോക്കും, വാതിൽ പോയി നോക്കും, യാത്ര നോക്കും, സുഖം നോക്കും, പൈപ്പ് ലൈൻ നോക്കും, വൈഫൈ നോക്കും, ഇതൊക്കെ നോക്കും. പക്ഷേ ഈ 2 വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഒരു 2 കൊല്ലെങ്കിലും ഇവർ പരസ്പരം തിരിച്ചറിയാൻ വേണം. പലപ്പോഴും പല വിവാഹങ്ങളും നടന്നിട്ട് നടക്കുന്നത് ഈ റേപ്പൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ വെറൊരു സെക്ഷൽ റിലേഷൻ മാത്രമാണ്. കാരണം കല്യാണം കഴിഞ്ഞു അന്നത്തെ ദിവസം ഇവർക്ക് ഒന്നായി ചേരാനുള്ളൊരു ദിവസമായി കാണുകയാണ്. ഫസ്റ്റ് നൈറ്റ് എന്നൊരു പേരുണ്ട്. ആ ഫസ്റ്റ് നൈറ്റ് 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ലിവിങ് ടുഗദർ ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെന്നാ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ആദ്യം തന്നെ അത് കഴിഞ്ഞ് ഒരു കുട്ടിയായി, പിന്നെ അതിൻ്റെ പേരിൽ കുട്ടീനായിട്ട് കഷ്ടപ്പെടുത്തുകയായി, അതല്ലെങ്കിൽ പിന്നെ ഈ കുട്ടി ഉണ്ടായില്ല, അവരൊന്നിച്ചപ്പോൾ 2 ലൈഫിലായാലും 2 വ്യക്തികളുടെ കാര്യം ഞാൻ പറഞ്ഞേ. ഇവരൊന്നിച്ച് ജീവിക്കാൻ ഇവർക്ക് കഴിയുമോ? അത് പറ്റുക. അല്ലെങ്കിൽ കല്യാണം കഴിക്കണേ, പാർട്ട്ണറൊന്നും ഇല്ലാണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. പാർട്ട്ണർഷിപ്പൊന്നും വേണമെന്നില്ല ഒരു കാര്യത്തിലും. അത് ശരിയാണ്. ഇപ്പം ഒരു റൂമിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കണം എന്നാണ് പറഞ്ഞത്. അത് ഏതർത്ഥത്തിലാണ്? സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ അടുത്ത് കിടക്കാൻ പറ്റുന്ന ആണാണെന്നും ഒരു ആണിൻ്റെ അടുത്ത് കിടക്കാൻ പറ്റുന്ന പെണ്ണാണെന്നും ഇതില്ലാണ്ട് ഇവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നാളെ വിവാഹ ജീവിതം തുടങ്ങി ഈ പറഞ്ഞ ഇതിൻ്റെ കാര്യം തന്നെ പലതുണ്ട്. എന്നെ ഇയാൾ തൊടാൻ ശ്രമിച്ചില്ലെങ്കിൽ അവൾ എന്നെ തൊടാൻ ശ്രമിക്കാണ്ട് അവർ തമ്മിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പരസ്പരം 2 വ്യക്തികൾക്ക് അവിടെ ഒരുമിച്ച് റൂമിൽ സംസാരിച്ചുകൊണ്ട് ജീവിക്കാനൊരു ഇതുണ്ട്. ഇവരുടെ വിഷയങ്ങൾ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ഇതിനൊക്കെ പറ്റുമോ എന്ന് അറിയണം. അടുത്തതാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഹിന്ദി സിനിമയിൽ വന്ന വിഷയമാണ്. സെക്ഷൽ ലൈഫും ദാമ്പത്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് സെക്ഷൽ ലൈഫും. ഈ ഒരുമിച്ച് ഇങ്ങനെ അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പറ്റിയാൽ അടുത്തതാണ് സെക്ഷൽ ലൈഫ്. ആദ്യം തന്നെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ ആ കൗതുകത്തിൽ 99% ഈ കൗതുകയെ കാണുന്നുള്ളൂ എന്ന്. ഒരു ശരീരത്തിനോടുള്ള ഒരു ആക്രാന്തം മാത്രമായി മാറിയിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ 99%ലും ഡിവോഴ്സ് കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അവർ വേറൊരു പാർട്ട്ണറിനെ ഈ കല്യാണ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ വേറെ പോകുന്നത് ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട എന്നാണോ? നോക്കണ്ട എന്നല്ല പറഞ്ഞത്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആദ്യം ഒരുമിച്ച് 2 ആൾക്കും സംസാരിച്ചുകൊണ്ട് തർക്കങ്ങളും വഴക്കുകളും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഫസ്റ്റ്. സെക്കൻഡാണ് കല്യാണം. ഇപ്പോൾ നിങ്ങൾ പരമ്പരാഗത വിവാഹം കഴിച്ചാലും ലിവിങ് ടുഗെദർ ആയാലും ശരി, സെക്കൻഡാണ് സെക്ഷുവലായിട്ടുള്ള സംതൃപ്തി എന്ന് പറയുന്ന സാധനം. അതും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈഫാണെങ്കിലും ഈ ലൈഫാണെങ്കിലും നിങ്ങൾക്ക് വിട്ട് കളയാം. ആദ്യം തന്നെ നിങ്ങൾ ഈ കർണവതിനുള്ള കഞ്ഞിയും ചമ്മന്തിയും കറിയൊക്കെ പാടെ വിളമ്പിയിട്ട് വാരി കഴിച്ചിട്ട് വയറിന് കേടാന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞത്. ആദ്യം തന്നെ ഈ കൗതുകം വേണ്ട, ശരീരത്തിൻ്റെ അട്രാക്ഷൻ. കാരണം അതല്ല ഇമ്പോർട്ടൻറ്റ്. ലൈഫിൽ നാളെ നമ്മൾ വയസ്സാവും. ലിവിങ് ടുഗെദർ എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ 2 പാർട്ട്ണർ ഒരുമിച്ച് ജീവിക്കാൻ വയസ്സാവും. അന്ന് ഈ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്നല്ല. അപ്പോൾ ആ ടൈമിൽ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 2 വ്യക്തികൾക്ക് ഒരുമിച്ച് അവർക്ക് സംസാരിക്കാനും അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും അവർക്ക് വെക്കലോ വിളമ്പലോ കൊടുക്കലോ നടക്കലോ എന്തോ അത്തരം ചില കാര്യങ്ങളാണ്. അവനവൻ്റെ മനസ്സിലെ മൈൻഡിലെ സാധനങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ഒരാൾ. സെക്കൻഡാണ് മറ്റേ കാര്യം. ആ സെക്കൻഡുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്സാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷെ മറിച്ച് ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. കാരണം ഇപ്പോൾ അന്നപാണ പോലെ ഞാൻ ഒരുപാട് പെൺകുട്ടികൾ പല സ്റ്റേറ്റിൽ ഇവിടെ തന്നെയുള്ള ഇനി രാജ്യം വിട്ടു പോയിട്ടുള്ള കുട്ടികൾ നിരന്തരം വിളിച്ചവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സൊല്യൂഷൻസ് ചോദിച്ചിട്ട്. കാരണം നമ്മളൊരു സ്പിരിച്വൽ കൺസൾട്ടൻറ്റ് കൂടിയാണ്. എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, ആത്മീയതയിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. ഇനി അബോർഷൻസ് പലതവണ കഴിഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല,
എനിക്ക് വിട്ട് പിരിയാനും പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. എൻ്റെ നാട്ടിൽ ഭർത്താവുണ്ട്, എൻ്റെ നാട്ടിൽ ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കുന്ന ആൾക്കാരും സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ കണ്ടത് ഇതാണ്. ഒരു കൗതുകത്തിന് ഒരു നിമിഷം കൊണ്ട് പണ്ട് സോമനൊക്കെ പറഞ്ഞ ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ ടൈമിൽ തോന്നുന്നൊരു വിഷയമാണ്. അതിൻ്റെ ഉള്ളൊരു ലൈഫേ അവർ നശിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അത് ഇത്രത്തിനാണ്. അത് ലൈഫേ നശിപ്പിക്കുന്നതാവുന്നത് എങ്ങനെയാണ്? അത് ഞാനല്ല പറയുന്നത്. എനിക്കിപ്പോൾ എന്താ ഇപ്പോൾ 2 വ്യക്തികൾ ഒന്നിച്ച് ജീവിച്ചു, അവർ നാളെ ജഗതി ഞാനും ജോജിയും ശകട എന്നുള്ള അവർ വരുന്നത് എനിക്കെന്താ? നമ്മൾ ആളുകൾ പറയുന്ന വാക്കാണ് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ആത്യന്തികമായിട്ട് മനുഷ്യനെന്ന് വെച്ചാൽ എന്തിനാണ് ഒരു പാർട്ട്ണർ? അവർക്ക് അവരുടെ മനസ്സിനെ തുറന്നു വെക്കാനും അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാനാണല്ലേ. അതിനൊരു പാർട്ട്ണറിൻ്റെ ആവശ്യമില്ല, അതിനൊരു നല്ല ഫ്രണ്ട് ഉണ്ടായാൽ മതി. അല്ല, അത് അന്ന പറയുന്നതാണെന്നേ, ഇത് എൻ്റെ വാക്കല്ല. ഞാൻ പാർട്ട്ണറിനെ വേണ്ടെന്നാണ് പറയണത്. എനിക്ക് ആരും വേണമെന്നില്ലാന്ന്. പിന്നെ ഉള്ളതോ എന്ന് ചോദിക്കും. അത് കുറച്ച് മുമ്പ് എൻ്റെ കൂടുതൽ ആളെ ഉപേക്ഷിക്കുന്നില്ല. കറി നന്നായി ഉണ്ടാകാൻ വേണ്ടി കറിവേപ്പിലിട്ടിട്ട് അവസാനം കറി കഴിച്ചുകൊണ്ട് കറിവേപ്പില കളയണ്ട, കറിവേപ്പിലേക്ക് ഔഷധ ഗുണം എടുത്ത് കഴിക്കാം എന്ന കൺസെപ്റ്റാണ് എനിക്കുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഗുണമുണ്ട്, അല്ലെങ്കിൽ രുചിയുണ്ട്, അതിന് മണമുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് പോണത്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ലൈഫ് തന്നെയാണ് പോണതേന്ന്. നമുക്കൊരാളാവശ്യം ഉണ്ടെങ്കിലോ അത് ആ സ്നേഹത്തിൽ നിന്നാണ്. ആ സ്നേഹം നഷ്ടമാകുമ്പോൾ അത് എൻ്റെ ഈ സംസാരം പ്രണയിക്കുന്നവർക്കറിയാൻ പറ്റും അതിൻ്റെ ഫീലിംഗ്. ആത്മാർത്ഥ പ്രണയത്തിൽ ലിവിങ് ടുഗദറോ വിവാഹമോ പ്രേമോ ആവട്ടെ, ആത്മാർത്ഥ പ്രണയത്തിൽ പ്രണയിക്കുന്ന ആളെ തൽക്കാലത്തൊന്ന് മാറിപ്പോകുമ്പോൾ ചെറുതായിട്ടൊന്നൊരു നൊമ്പരം ഉണ്ടാകാറുണ്ട്. ആ ഡെപ്ത് പ്രണയത്തിന് അതെന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ നന്നായി പ്രണയിച്ച ആളാണ്. ഇന്നും ഞാൻ പ്രണയിക്കുന്നുണ്ട്. എൻ്റെ പ്രണയത്തിന് മരണമില്ല. ഏറ്റവും വലിയ വികാരവും അല്ലെങ്കിൽ ആഴമുള്ള ഭക്തി എന്താ വെച്ചാൽ പ്രണയമാണ്. എനിക്ക് പ്രണയമുണ്ട്, ഇന്നും പ്രണയിക്കുന്നു. എൻ്റെ സ്കൂൾ കാലത്തെ പ്രണയമാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. പ്രണയം വേറെയാണ്, കാമം വേറെയാണ്. എൻ്റെ പ്രണയത്തിൽ നിന്നാണ് കാമം ഉണ്ടാവുന്നത്. പ്രണയത്തിൽ നിന്ന് കാമം ഉണ്ടായിക്കൊള്ളുന്നേ ഇല്ല, കാമം ഉണ്ടാവണ്ടെന്നില്ല. പക്ഷെ എൻ്റെ പ്രണയത്തിന് കാമത്തിൻ്റെ ആളല്ല. കാമം എന്താണെന്ന് എനിക്കറിയാം, പ്രണയം എന്താ എനിക്കറിയാം. ഞാൻ പറയാം, കാമത്തേക്കാൾ എൻ്റെ ലഹരി പ്രണയത്തിനാണ്, കാമത്തിനാണ്. കാമം സെക്കൻഡ് പൾസാണ്, പ്രണയം അങ്ങനെയല്ല, ആഴത്തിലേക്ക് പോകുന്ന ആനന്ദമാണ്. അതെന്നും നമ്മളെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു പ്രണയ കഥ പറയാനുണ്ടെന്ന് തോന്നുന്നു. അല്ല, പ്രണയകഥ വേറെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ അല്ല, പ്രണയം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ സ്കൂൾ കാലത്ത് +2 കാലത്തെ എൻ്റെ പ്രണയമാണ് ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്ന പ്രണയം, എൻ്റെ പ്രണയം. അതല്ല അപ്പം ആ കാലത്തുള്ള പ്രണയം, ആ കാലത്തുള്ള പ്രണയം തന്നെ കെട്ടാൻ പറ്റൂലല്ലോ. പക്ഷെ ആ കാലത്തെ പ്രണയം, എൻ്റെ പ്രണയിനി എനിക്ക് വേണ്ടി വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്താ വെച്ചാൽ അന്നൊക്കെ നമ്മൾ ഹെൽപ്പ് ആ പ്രായമല്ലേ. പക്ഷേ അതിനുശേഷം എല്ലാവരും കരുതുന്നത് കുട്ടിയിലുള്ള പ്രേമമാണ്. പക്ഷെ മറിച്ച് അത് പ്രേമാണോ വെച്ചാൽ അതൊരു വലിയൊരു കൂട്ടുകാർ കൂടിയാണ്. എനിക്ക് വേറെ എൻ്റെ വീട്ടിലെ വിഷമങ്ങൾ പറയാൻ ആരുമില്ല. എന്നിരുന്നാൽ പോലും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതേ പറഞ്ഞു, പ്രണയമാണത്. അത് വേറെ കൂട്ടല്ല, കൂട്ടുകാർ വേറെ ഉണ്ട്. കാലങ്ങൾ ഇനി ഇത്രയാവുമ്പോഴും അവർ വേറൊരു സ്ഥലത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. കുട്ടിക്കാലത്തെ പ്രണയമാണ്. എന്നാൽ പോലും അത് എന്നെ സംബന്ധിച്ച് എന്താണ്, ആ പ്രണയം ഇന്നും ഞാൻ കൊണ്ടു നടക്കുന്നു. അവർക്കും അറിയാം. എൻ്റെ ഇപ്പോഴും ഞാൻ താമസിക്കുന്ന ഇടത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 പുസ്തകമുണ്ട്. ആ കാലത്ത് കൈമാറിയതാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത്. അവർ ആ സ്കൂളിൽ പഠിക്കുന്നത്. എൻ്റെ ഫോട്ടോകൾ കുറവാണ്, എനിക്കന്ന് ഫോട്ടോ വാങ്ങാനുള്ള കാശൊന്നുമില്ല സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ. പക്ഷെ അവരുടെ ഫോട്ടോ എൻ്റെ കയ്യിൽ, ഞാൻ വരച്ച ഫോട്ടോകളുണ്ട്, ഒക്കെ ഉണ്ട്. അത് ആരെയും കാണിക്കാനല്ല, കുട്ടിയുടെ ലൈഫ് തകർക്കാനല്ല. അല്ലെങ്കിൽ എനിക്ക് പോയി തകർത്തൂടെ കല്യാണം കഴിച്ച് പോകുമ്പോൾ? ഞാൻ അന്നും പറയാൻ അത്ര സ്നേഹം ഉണ്ടാകുമ്പോഴും പറയാം, വിട്ടുകൊടുക്കലാണ് പ്രണയം. എന്നോട് എനിക്ക് ചോദിച്ചു എന്തുകൊണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരുടെ വിഷമാണ് നിങ്ങൾ നോക്കിയത്, നിങ്ങൾ തന്നെയാണ് പ്രിയപ്പോൾ. അന്ന് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എന്ന് വെച്ചാൽ അത് വിട്ടുകൊടുക്കലാണ് പ്രണയം. അന്ന് ഞാൻ ആ കുട്ടിയെ കൈ പിടിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് ഇന്നത്തെ ഞാനല്ല. അപ്പോൾ ആ കുട്ടിയുടെ ലൈഫ് തളർന്നു, അപ്പോൾ തകർന്നു. അപ്പോൾ എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തോന്നാം എനിക്ക് അവർക്ക് ലൈഫ് കൊടുക്കണം. എനിക്കന്ന് കഴിയില്ല. അപ്പോൾ വിട്ടുകൊടുക്കും. അപ്പോൾ ചിലർക്കൊരു കുറ്റപ്പെടുത്താൻ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പോകണം. അവർക്കറിയാം മറ്റുള്ളവരല്ല എനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ട, അവരാണ്. അതുകൊണ്ട് ആ പ്രണയത്തിന് എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി. എനിക്കും തന്നെ പല പല പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ടൊക്കെ നീണ്ടത്. അതുകൊണ്ട് ആ പ്രണയം അതിനുശേഷം ഇപ്പോഴാണ് ഇപ്പം പിന്നെ പറ്റ ആൾക്കാർ ഉണ്ട്. എൻ്റെ പാർട്ട്ണർ കണ്ടിട്ടുണ്ടല്ലോ, പുസ്തകം ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ആ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷേ അത് പ്രണയം. ഞാൻ അല്ലാണ്ട് തന്നെ ഉണ്ട് ചില ആൾക്കാർ പ്രണയം കയറി വന്ന ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കൗതുകമായിരുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ എൻ്റെ ആത്മീയത കൊണ്ടോ ചിലർ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടൊക്കെ വന്ന ആളുകളുണ്ട്. അപ്പോഴും പ്രണയമാണ്. പക്ഷെ ഞാൻ അവിടെയൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ആ പ്രണയമൊക്കെ ആത്യന്തികമായി വിരൽ വയ്ക്കുന്നത് നേരത്തെ അന്ന പറഞ്ഞ പോലെയാണ്. അവസാനത്തിൽ ഇവർ വിരൽ വയ്ക്കുന്നത് പ്രണയത്തിൻ്റെ അവസാനത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കാമത്തിലേക്ക് വിരൽ വയ്ക്കുകയാണ്. കാമം പ്രണയത്തെ നശിപ്പിക്കും എന്നുള്ളത് കൊണ്ട് എന്താണ്, എനിക്ക് അത്തരം പ്രണയങ്ങളോട് ഒരു തൊഴുതു മടങ്ങാനുള്ള താല്പര്യമാണ്. കാരണം എൻ്റെ പ്രണയം മരിക്കാൻ പാടില്ല. എന്നോട് ഒരിക്കൽ എൻ്റെ പ്രണയിനെ ചോദിച്ചിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്,
നമ്മൾ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഈ പ്രണയം ഉണ്ടാകുമായിരുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. വിവാഹം കഴിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പ്രണയം, ചിലപ്പോൾ എന്ന് വാക്കിയാൻ വീണ്ടും നമ്മുടെ പ്രണയം ഇന്ന് നിലനിൽക്കുന്നത്. വിവാഹത്തിലെ പ്രണയങ്ങൾ പലതും പിന്നീട് വിഷമത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം അടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതമാണ്, പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ ആരെ കഴിച്ചാലും. അതെ അതെ അതെ. അപ്പോൾ പറയും, പക്ഷെ എന്താ വെച്ചാൽ അപ്പോൾ പ്രണയം നശിക്കുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത് കുറച്ചുകൂടി ദൃഢമാവുമല്ലേ ആ ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. അല്ല, അതൊക്കെ പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ പ്രേമിച്ച് വിവാഹം കഴിച്ച 2 വ്യക്തികളുടെ മകനാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ 2 പ്രണയം എനിക്കറിയാം. പറഞ്ഞല്ലോ, പ്രണയം എനിക്ക് എല്ലാ രീതിയിലും ഉണ്ട്. കാമത്തിൻ്റെ പ്രണയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പ്രണയത്തിൻ്റെ പ്രണയം ഉണ്ടായിട്ടുണ്ട്, പാർട്ട്ണറൊപ്പമുള്ള പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടറിഞ്ഞു. അതുകൊണ്ട് പറയുകയാണ്, ലിവിങ് ടുഗദർ ആണോ പരമ്പരാഗത വിവാഹമാണോ എന്തോ ആവട്ടെ, 2 വ്യക്തികൾ ഒരുമിച്ച് പ്രണയിക്കുക. അത് ഈ പറഞ്ഞ സ്ത്രീ പുരുഷനാവാം, ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ തമ്മിൽ പ്രണയിക്കുന്നവരുണ്ട്, സ്ത്രീകൾ തമ്മിലുണ്ട്. ഇതിലൊന്നും ഞാൻ തെറ്റ് കാണുന്നില്ല കേട്ടോ. എൻ്റെ കാഴ്ചപ്പാടാണ്. പരമ്പരാഗത മതവിശ്വാസമല്ല ഞാൻ പറയുന്നത്. എനിക്ക് പരമ്പരാഗത മതവിശ്വാസം ഫോളോ ചെയ്യണം എനിക്ക് നിർബന്ധമൊന്നുമില്ല. ആർക്കും ഉപദ്രവം ഉണ്ടാവരുത്. പരോപദ്രവം പാപം, പരോപകാരം പുണ്യം എന്നാണ്. പരോപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പരോപദ്രവം ചെയ്യാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളൊക്കെ എനിക്ക് പറയുന്നത്, നിങ്ങളിൽ പ്രണയം ഉണ്ടാകട്ടെ, കാമമാകാം, പക്ഷേ കാമം ഫസ്റ്റേ നിങ്ങൾ കാമം മാത്രമാകരുതേ. മാത്രമാവുകയാണെങ്കിൽ അതാണെന്ന് അറിഞ്ഞുകൊണ്ടാവുക. അതിലൊരു പ്രണയത്തിൻ്റെ ചതിയുടെ കഥയുണ്ടാകരുത്, ചന്തുമാരാകരുത് ആരും. അത്ര എനിക്കതിൽ പറയാനുള്ളത്.